വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ മുളകും എപ്പിസോഡ് നമ്പർ 449, അതായത് ഇന്ന് ഇറങ്ങാൻ പോണ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ ഒരു പ്രോമോ, ഒരു ബൈറ്റോ ഒന്നും തന്നെ റിലീസായിട്ടില്ല. ഒരു ചെറിയ ക്ലിപ്പ് മാത്രം, അതായത് ഫ്ലവേഴ്സ് ചാനൽ വോയിസ് ഓവർലോഡ് കൊടുത്ത ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രമേ റിലീസായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആരൊക്കെ ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടാവുമെന്നും എന്തായിരിക്കും ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്, എന്തായാലും മെയിൻ കണ്ടൻറ്റ് എന്നൊക്കെ അറിയാനായിട്ട് തന്നെ ഭയങ്കര ആകാംക്ഷയുണ്ട്. ആ ഫ്ലവേഴ്സ് ചാനലിൽ ഇറക്കിയ ആ ഒരു ചെറിയ ക്ലിപ്പിൽ മെയിനായിട്ട് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കേശുവിൻ്റെ വാക്ക് കേട്ടാൽ എന്ത് സംഭവിക്കും എന്ന രീതിക്ക് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് ഇനി ബാലുവിൻ്റെ കാര്യം പരിങ്ങലിലാകും എന്ന രീതിക്ക് പറയുന്നുണ്ട്. പിന്നത്തെ എപ്പിസോഡിൽ രണ്ട് കഥാപാത്രത്തിലാണ് മെയിനായിട്ട് കാണിക്കുന്നത്, ഒന്ന് ബാലുവും ഒന്ന് കേശുവും. സീസൺ 1 കാണുന്നവർക്കറിയാം, സീസൺ 1 ഈ രണ്ട് കോംബോ, അതായത് ബാലുവും കേശുവും എന്നൊരു കോംബോ വേറെ ലെവലിൽ പ്രേക്ഷക പ്രീതി നേടിയൊരു കോംബോ തന്നെയാണ്. ഇവർ രണ്ടുപേരും പോയി ഓരോരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് വരുന്നതും ഇവർ രണ്ടുപേരുടെ പ്രശ്നങ്ങളും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സീസൺ 1 ഒരു ഹിറ്റ് കോംബോ തന്നെയാണ് ഇവർ രണ്ടുപേരും. സീസൺ 2 ആരംഭിച്ച് ഈ ഒരു കോംബോ വളരെയായിട്ട് മിസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുളകിൽ കോംബോസിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ബാലുവിൻ്റെയും കേശുവിൻ്റെയും കോംബോ ആണ് എന്ന രീതിക്ക്. ആയിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ബാലുവിൻ്റെയും കേശുവിൻ്റെയും കോംബോ തിരിച്ചു വരുന്നത്. കേശു ബാലുവിനെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യണോ, അത് ബാലു കേശുവിന് കൊടുക്കുകയാണോ എന്ന രീതിക്കൊന്നും ഒന്നും തന്നെ ഈ ഒരു പ്രോമോയിൽ, ഈ ഒരു ചെറിയൊരു ക്ലിക്ക് ബൈറ്റിലൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഫുൾ ലെങ്ത് പ്രോമോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു റിലീസായിട്ടുമില്ല. ഏതായാലും ഈ രണ്ട് കഥാപാത്രങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ കണ്ടൻറ്റ്, മെയിൻ ഹൈലൈറ്റ്. പിന്നെ വേറെ ആരൊക്കെ ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ, റാംകുമാറും ഹൈമോദിയും ദിയും, നീലുവും ബാലുവും പാറുക്കുട്ടിയും കേശുവും, ഇവർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ലച്ചുവും ശിവാനിയും ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതിൽ ശിവാനി അടുത്തൊന്നും ജോയിൻ ചെയ്യാൻ സാധ്യതയില്ല. ലച്ചു ഇനി വരുന്ന ഷെഡ്യൂൾ, അതായത് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പിസോഡുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അവസാനം പറയാൻ സാധിച്ചത്. ലച്ചു ഡൽഹിയിലായിരുന്നത് കൊണ്ടാണ് ഈ ലാസ്റ്റ് എപ്പിസോഡുകളൊക്കെ മിസ്സായത്. മാക്സിമം നാളത്തെ എപ്പിസോഡിൽ ലച്ചു ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഏതായാലും ആ ഒരു ചെറിയൊരു ക്ലിക്ക് ബൈറ്റ് വെച്ച് നോക്കുമ്പോൾ കേശു എന്തോ പറഞ്ഞിട്ട് ബാലു അത് കേട്ട് ഇവർ രണ്ടുപേരും ചേർന്നൊരു കളത്തരെന്തോ ചെയ്തിട്ട് അതിൻ്റെ പേരിൽ, കേശുവിൻ്റെ വർത്താനം കേട്ടതിൻ്റെ പേരിൽ ബാലു പെടുന്നത് പോലെയാണ് ഈ ഒരു ചെറിയൊരു ക്ലിക്ക് ബൈറ്റിൽ കാണിക്കുന്നത്. ഏതായാലും അതെന്താണ് പ്രശ്നം എന്നൊക്കെ അറിയാനായിട്ട് പ്രോമോ റിലീസാവേണ്ടതിരിക്കുന്നു. എല്ലാ ദിവസവും കാലത്ത് തന്നെ പ്രോമോ റിലീസാവുന്നതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 മണിയാവാറായി, ഇതുവരെയും പ്രോമോ റിലീസായിട്ടില്ല. ഏതായാലും ചിലപ്പോൾ ഇന്നൊരു ദിവസം പ്രോമോ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും. പ്രോമോ ഇല്ലാതെ ഫ്രഷ് ആയിട്ടായിരിക്കും എപ്പിസോഡ് കാണാനിരിക്കുക. ഈ ആഴ്ച തുടക്കം മുതൽ ഒരു 2 ദിവസത്തെ എപ്പിസോഡിൽ ബാലു ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ബാലു ജോയിൻ ചെയ്ത്. അതിൻ്റെ വ്യത്യാസം എപ്പിസോഡിൽ കാണുന്നുമുണ്ട്. ഈ ഒരു എപ്പിസോഡും ബാലുവിന് മെയിനായിട്ട് പോകുന്നത് കൊണ്ട് ബാലുവിന് സ്കോർ ചെയ്യാനുള്ള ഹൈലി സ്കോപ്പുള്ളൊരു എപ്പിസോഡ് തന്നെ ആയിരിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ അതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.